അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഗാംബിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തൊരു രാജ്യമുണ്ട്, ചെറിയ രാജ്യമാണ്. ഗാംബിയയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഗാംബിയയിൽ പോയി ബൈ റോഡ് ഞങ്ങൾ ഗാംബിയയിൽ ചെന്നു. ഗാംബിയയിൽ ഒരു വലിയ ബിസിനസ്സുകാരനെ കണ്ടു. ആ ബിസിനസ്സുകാരനോട് ഞങ്ങൾ ഈ കണ്ടെയ്നർ ഇമ്പോർട്ട് എക്സ്പോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അയാൾ ഞങ്ങൾക്ക് ചായ കൊണ്ട് തന്നു, വെള്ളം കൊണ്ട് തന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഭയങ്കര സ്വീറ്റ്സ് ഒക്കെ തന്നു. പക്ഷേ 1.5 മണിക്കൂറായിട്ട് സംസാരിച്ചിട്ട് അയാൾക്ക് ഞങ്ങളെ വിശ്വാസമില്ല. അപ്പം ഇതെങ്ങും എത്തുന്നില്ല. എനിക്ക് മനസ്സിലായി ഇത് സ്നേഹമായിട്ട് ഇയാൾ ഞങ്ങളെ പറഞ്ഞു വിടുമെന്ന് മനസ്സിലായി. ഞങ്ങൾ എഴുന്നേറ്റ് പോകാത്തതുകൊണ്ട് മാത്രമാണ് ഈ 1.5 മണിക്കൂറായിട്ട് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ കുറച്ചായപ്പോൾ എൻ്റെ കൺസൾട്ടൻറ്റ് പറഞ്ഞു, സാർ എൻ്റെ പേരൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യും. ഉടനെ സെർച്ച് ചെയ്തു. സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഇയാളുടെ മുഖത്ത് നോക്കി, എന്നെയും നോക്കി, പിന്നെയും വീണ്ടും എന്തൊക്കെയോ സ്ക്രോൾ ചെയ്യുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. കുറച്ച് ഓക്കെ. അതിനുശേഷം അയാൾ അതുവരെ സംസാരിച്ച ആളല്ല പിന്നെ ഞങ്ങളോട് സംസാരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഗൂഗിളിൽ ഈ ഒരു സെർച്ച് കഴിഞ്ഞ ഉടനെ തന്നെ 20 മിനിറ്റിൽ കാര്യങ്ങൾ ഡീലായി. മാത്രമല്ല ഇയാൾ ഞങ്ങളെ താഴെ കാറിൽ കൊണ്ടുവന്ന് യാത്ര അയച്ചു. കാര്യങ്ങളെല്ലാം ഓക്കെ, എവ്രിതിങ് ഫൈൻ. സോ ആ നിമിഷം ഞാൻ മനസ്സിലാക്കി, ഇതൊരു 3.5 വർഷം മുമ്പ് നടക്കുന്ന സംഭവം. ആ നിമിഷം ഞാൻ മനസ്സിലാക്കി ഗൂഗിള് പറയണം ഞാൻ ആരാണെന്ന്. കാരണം